ശ്രോതാക്കൾക്ക് നമസ്കാരം. ഏത് കഥയാണെങ്കിലും അതിലെ കഥാപാത്രം നമ്മളാണ്. നായകൻ വേറെ, വില്ലൻ വേറെ, അങ്ങനെയൊന്നുമില്ല. അതിലത്തെ വില്ലൻ ആരാ? നമുക്കിഷ്ടം ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണത് ആ വില്ലന്. നായകൻ ആരാ? നമ്മള്. നമ്മളല്ലാത്ത ഒരു കഥാപാത്രം അതിലില്ല. ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സീരിയല്, മഹാഭാരതം സീരിയല് കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ സീരിയലില് ധൃതരാഷ്ട്ര ഭാഗം വന്നപ്പോ ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ വരിയാണ്. ഞാൻ ഇതൊക്കെ അങ്ങനെ ചിന്തിക്കും. എനിക്ക് ആ തന്തയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന, കണ്ണ് കാണൂല്ല, പുത്രന്മാരോട് അമിതമായ സ്നേഹം, ആ ഭാഷയെ പറഞ്ഞ ആ തന്തയാണ് ഈ മഹാഭാരത യുദ്ധത്തിനൊക്കെ ശരിക്കുള്ള കാരണക്കാരൻ. തന്തയോട് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാനാ തന്തയല്ലേ. ധൃതരാഷ്ട്ര എന്നോടെന്താ? രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാരതരാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലല്ല. സ്വത്ത്, ഭൂമി, അധികാരം, ഇതിനെല്ലാം കൂടി ചേർത്താണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. ഞാനൊരു രാഷ്ട്രത്തിന്റെ അധിപനാ. 16 സെന്റ് സ്ഥലത്തുണ്ട്, വീടുണ്ട്. ഇതിന്റെ അധിപൻ ഞാനല്ലേ. ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിനെ കെട്ടിപ്പിടിച്ച് കഴിയുന്നവൻ. അത് കെട്ടിപ്പിടിച്ച് കഴിയില്ലേ? മക്കളോട് സ്നേഹം ഉണ്ടാവില്ലേ? എല്ലാം അവനവന്റെ മക്കൾക്കാക്കി മാറ്റാനായിട്ട് വയസ്സുകാലത്ത് ശ്രമം നടത്തുന്നവരില്ലേ? ഉണ്ടാവില്ലേ? കോടാനക്കോടി സമ്പത്തുള്ള ഒരാൾ പുതുതായിട്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ എന്നോട് പറയണേ, കുട്ടികൾക്കൊരു ഗുണാവട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞ വരിക. കുട്ടികളെ വെച്ചാൽ അവര് മനുഷ്യനാവാറായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊരു ഗുണാവാൻ വേണ്ടിയാണ് അത്ര ഇദ്ദേഹം ഇപ്പൊ ഇത് വാങ്ങണത്. ആയിക്കോട്ടെ, വാങ്ങിക്കോട്ടെ. ധൃതരാഷ്ട്രമേ അർത്ഥമുള്ളൂ. ആ ആൾക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കണ്ണ് കാണുന്നില്ല എന്നല്ല. നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ കണ്ണ് കാണില്ല. അത് നോക്കിയാൽ ശരിയാവുമോ? അങ്ങോട്ടൊന്നും നോക്കണ്ട, കണ്ണ് കാണുമോ? അല്ല, നിങ്ങൾ ചെയ്യുന്ന കുറച്ച് ക്രൂരതയല്ലേ, അങ്ങോട്ടൊന്നും നോക്കണ്ട. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഈ മരുന്ന് ഇത്രയും പേർക്ക് ദ്രോഹം ചെയ്യില്ല, അതൊന്നും നോക്കിയാൽ ശരിയാവില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. മരുന്ന് കമ്പനിക്കാർ എത്ര പേർക്ക് ശമ്പളം കൊടുക്കണം? എനിക്ക് ശമ്പളം തരുന്നുണ്ട്. ഇതാണ് ധൃതരാഷ്ട്രം. കണ്ണടച്ച അതൊക്കെ അങ്ങനെയൊക്കെ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ചിന്തയാണ്. ധൃതരാഷ്ട്രർക്ക് ഇതേ ഉണ്ടായിട്ടുള്ളൂ. അതിനെ ഒരു കഥാരൂപത്തിലാവുമ്പോ കുറച്ചൊരു ചമൽക്കാരം കൂട്ടും. ഏതൊരു വിഷയത്തിനെയും നമ്മൾ കഥയാക്കുമ്പോൾ കുറച്ചൊരു മാറ്റങ്ങൾ അതിൽ ഉണ്ടാകണം. അപ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ. ആ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കെന്നെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പൊ കണ്ണ് കാണാത്തവൻ, അന്ധൻ, അധികാരത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവൻ, അധികാരത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവരാണ് എല്ലാവരും. അവർക്ക് അവരുടെ പിന്നിൽ ഇത്ര ഏക്കർ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ശരി, ഉള്ളതും വെച്ചിട്ട് മുതൽ വിട്ടുകൊടുക്കും. ഈ ധൃതരാഷ്ട്രക്ക് ഒടുവിൽ പരാജയം സംഭവിച്ചു. ആർക്ക് വേണ്ടി രാഷ്ട്രത്തെ മുറുകെ പിടിച്ചുവോ അവരൊക്കെ മരിച്ചുപോയി. പാണ്ഡവന്മാര് സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് വരുന്നതിന്റെ മുമ്പേ കൃഷ്ണൻ തന്നെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞിരുന്നാലും കാരണവരാണ്. അപ്പൊ ആ കാരണവരുടെ ഒരു അനുഗ്രഹം വാങ്ങണം എന്ന് ഓരോരുത്തരായിട്ട് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് അനുഗ്രഹം വാങ്ങാൻ വന്നു. പിന്നെ കാരണവന്മാര് അവരെ അംഗീകരിക്കുമ്പോൾ അവര് തിരിച്ചു അംഗീകരിക്കുന്ന സ്വഭാവമുണ്ട്. കാരണവന്മാരുടെ സ്വഭാവം നന്നല്ലെങ്കിലും നമ്മളെ അംഗീകരിക്കുകയാണല്ലോ.
രാമകൃഷ്ണമാമ വന്നാലിട്ട് ആ കല്യാണം നടത്തി തരണം എന്ന് പറയുമ്പോ രാമകൃഷ്ണമാമ ഒന്ന് ഷൈൻ ചെയ്യല്ലോ. ഞാൻ ഇതിന് കല്യാണം നടക്കില്ലാതെ എന്നൊക്കെയാണ് വിചാരി. രാമകൃഷ്ണമാമ വന്നില്ലെങ്കിൽ കുറെ കൂടി ഡീസന്റ് ആയിട്ട് കല്യാണം നടക്കുന്നുള്ളത് വേറെ കാര്യം. ഇദ്ദേഹം ഒന്ന് ഷൈൻ ചെയ്തു, ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് നന്നായി വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത് മുൻകൂട്ടി കൃഷ്ണന് ഈ വിവരം അറിയാം. ഇദ്ദേഹത്തിന് ഉള്ളിലെ ഏറ്റവും വിരോധം ഭീമസേനോടാണ്. ഭീമസേനൻ ആലിംഗനം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് അതേ വലിപ്പത്തിലുള്ള ഒരു ഇരുമ്പിന്റെ പ്രതിമ അവിടെ വച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭീമസേന നീ എന്റെ കുട്ടിയല്ലടാ മോനെ, നന്നോടല്ലേ എനിക്കുള്ള വാത്സല്യം മുഴുവൻ, എന്നെ മറക്കാൻ പറ്റുമോ, ഇങ്ങോട്ട് അടുത്തേക്ക് വാന്നോണ്ടൊരു ഒറ്റ കെട്ടിപ്പിടുത്താണ്. ഇരുമ്പിന്റെ പ്രതിമ മുഴുവൻ പൊടിഞ്ഞു, മുഴുവനെ പൊടിഞ്ഞു. ആ പിടുത്തത്തിൽ എന്താ വെച്ചാൽ അകത്ത് കിടക്കുന്ന ഒരു വലിയ വിരോധമുണ്ട് ഭീമനുണ്ട്. പ്രത്യേകിച്ചും കൗരവന്മാർക്ക് ഏറ്റവും ഭീതി ഉണ്ടാക്കിയിരുന്നത് ഭീമനാണ്. യുദ്ധത്തിൽ ഷൈൻ ചെയ്ത അർജുനനൊക്കെയാണ്. പക്ഷെ ഇവരുടെ അകത്ത് ഈ ഭീമസേനൻ എന്താ പ്രശ്നം ഉണ്ടാക്കുക എന്നായിരുന്നു പ്രോബ്ലം. കാരണം ആകാരം കൊണ്ടും സൗഷ്ഠവം കൊണ്ടും മിടുക്കനാണ് ഭീമൻ. ഭീമൻ എന്തെങ്കിലും പ്രശ്നം ചെയ്യുമെന്നായിരുന്നു. ഈ ഭീമനോട് വിരോധം ഉണ്ടായിട്ട് ഇതിങ്ങനെ പൊടിയാനുള്ള കാരണം തത്വചിന്താപരമായിട്ടൊരു സൂക്ഷ്മ അംശം കൂടി ഉണ്ട്. സാധാരണഗതിയിൽ കഥ വായിക്കുമ്പോൾ നമ്മൾ ഈ അംശത്തിലേക്കൊന്നും കിടക്കാറില്ല. എന്താ ഭീമസേനോട് എന്നാ അർജുനൻ പ്രതിദാനം ചെയ്യുന്നത് മനസ്സിനെയാണ്. ധർമ്മപുത്രർ പ്രതിദാനം ചെയ്യുന്നത് ശരീരം എന്ന കാര്യമാണ്, അന്നമയ കോശമാണ്. ഭീമസേനൻ പ്രാണമയ കോശമാണ്, വായുവിന്റെ പുത്രനാണ്. വായു തന്നെയാണ്. വായുവിന് 3 പുത്രന്മാരുണ്ട്, പൂരകം, കുംഭകം, രേചകം. 3 തവണ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഒക്കെ. ഭീമസേനൻ, ഹനുമാൻ, പിന്നെ അഗ്നി. അതാണ് രേചകം. പുറത്തേക്ക് ശ്വാസം പോകുമ്പോൾ ചൂടായിരിക്കും അഗ്നിയുടെ. ഇതിൽ ശ്വാസമുക്തിക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. അതാണ് ഭീമസേന. ഈ കാരണം കൊണ്ട് തന്നെയാണ് കല്യാണ സൗഗന്ധിക പുഷ്പം കിട്ടണമെങ്കിൽ, കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിൽ എത്തുന്ന കുണ്ടലിനി ശക്തി സഹസ്രാരത്തിൽ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പുഷ്പത്തിന്റെ ഗന്ധം കിട്ടുമെന്നല്ല. അതിന് ധർമ്മപുത്രർ വിചാരിച്ചാൽ പറ്റില്ല, എന്നിലെ ധർമ്മപുത്രർ വിചാരിച്ചാൽ പറ്റില്ല, മനസ്സാകുന്ന അർജുനൻ വിചാരിച്ചാൽ പറ്റില്ല. അർജുനനോടാണ് പാഞ്ചാലിക്ക് കൂടുതൽ സ്നേഹം എന്നുള്ളതിന്റെ കഥകൾ വേറെ ഉണ്ട്. അതിന്റെ കാരണം നമ്മൾ മനസ്സിനെയാണ് ഇഷ്ടം. പക്ഷേ പ്രധാനപ്പെട്ടത് വായുവാണ്. കാറ്റുപോയി എന്നാ പറയുക. ഇതാണ് ഭീമസേന. ഈ ഭീമസേനോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മള് ഏതൊരു വസ്തുവിനെയും കെട്ടിപ്പിടിച്ച് എന്റെ മുതലേ എന്ന് പറഞ്ഞു നിൽക്കുന്നവര് ഏറ്റവും നാം ക്രൂരത കാണിക്കുന്നത് ശ്വാസഭുക്തിയോടുകൂടിയാണ്. ശ്വാസഭുക്തി കൂടി, എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രഷർ കൂടി. പ്രഷർ കൂട്ടുന്ന പരിപാടിയെ നമുക്ക് ഉള്ളൂ. ആ പ്രഷറിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഷർ, വൃദ്ധന്മാർക്ക് പ്രഷർ, വീട്ടമ്മയ്ക്കും പ്രഷർ, സകലവർക്കും പ്രഷർ. ഇക്കാരണം കൊണ്ടാണ് ഇന്നും ധൃതരാഷ്ട്രന്മാര് ഭീമസേനോട് വിരോധം വെച്ച് പുലർത്താൻ ഭീമസേനനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് ആലിംഗനം ചെയ്തു.
ഇരുമ്പ് മുഴുവൻ പൊടിഞ്ഞു വീണു. പിന്നെയാണ് മനസ്സിലാക്കുന്നത്. തന്ത്രവിയിൽ തന്ത്ര പരമാവധി പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. തന്ത്രശാസ്ത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ രാമായണവും ഭാഗവതമൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊന്നല്ല. നമ്മളിപ്പോൾ ധന്യമീതിൽ പറഞ്ഞാൽ തീരില്ല, 10 മിനിറ്റിൽ ഒതുക്കാൻ പറ്റില്ല. ഒളിപ്പിച്ച് വെച്ച ധാരാളം രഹസ്യങ്ങൾ ഇതിന്റെ പിറകിൽ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരു വൃദ്ധൻ അല്ല. ഭീമസേനൻ എന്ന് പറഞ്ഞത് തടിയൻ മാത്രമല്ല. ഭീമസേനും നമ്മളാണ്, ധൃതരാഷ്ട്രം നമ്മളാണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.